അസ്സലാമു അലൈക്കും. അപ്പം നല്ല സൂപ്പർ മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പം അതായിട്ടാണ്. അപ്പോൾ അത് കണ്ടു നോക്കുമ്പോൾ ചക്ക എരിശ്ശേരിയും വെച്ചാലോ എന്നൊരു ചക്ക ഇരിക്കട്ടൊരു കഷ്ണം. അപ്പോൾ ഒരു അയൽവാസി തന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിന്ന് ചക്ക എരിശ്ശേരിയും മത്തിക്കറിയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ കേട്ടോ. എൻ്റെ മക്കൾക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. ചക്ക കിട്ടിയാൽ പറയും മത്തി ഉണ്ടോ എന്ന് നോക്കി പറയും. അങ്ങനെയാണ്. അപ്പോൾ ചക്കൊക്കെ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇടുകയാണ്. ചക്കയുടെ ചുളയും കുരും ഞങ്ങൾ കുരു കൂടുതലിടും. ചുളയും കൂടുതൽ തന്നെയാണ്, പക്ഷെ അതിനെക്കാട്ടും പകുതിക്ക് കുരു ഇടുന്നുണ്ട് കേട്ടോ. ചിലവർ കുരു അധികം ഇടൂല. ഞങ്ങൾക്ക് ചക്കക്കുരു ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം കുരും കൂടുതലിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇടുന്നുണ്ട്. ഇത് കുക്കറിലിട്ടിട്ട് വേണം മീൻ ക്ലീൻ ചെയ്യാൻ പോവാൻ. ഇപ്പം ഇന്നത്തെ ജോലികൾ ഇതൊക്കെയാണ്. ഒരു കുഞ്ഞ് ടീസ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. അധികം മുളക് പൊടിയൊന്നും വേണ്ട കേട്ടോ ചക്ക ശരിക്ക്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 3 വിസിൽ അടിച്ചാൽ മതി. അപ്പോഴേക്കന്നെ നല്ല ഉടഞ്ഞ് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് മത്തി ക്ലീൻ ചെയ്തിട്ട് മത്തി മുളക് കറി വെക്കണം. മുളക് കറിയാണ് ഇതിലേക്ക് നല്ല ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഉപ്പും മഞ്ഞളൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടി ഒന്ന് കുടഞ്ഞിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ചോളം അങ്ങനെ ചെറുതാക്കി അരിയാണെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞും കിട്ടും നമുക്ക്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതിലേക്കുള്ള തേങ്ങ, അത് നല്ല ജീരകം, ചെറിയ ഉള്ളി, തേങ്ങയും ഈ 3 സാധനം വെച്ചിട്ട് ഒന്ന് നന്നായി അരച്ചെടുക്കുക. നന്നായി പേസ്റ്റ് പോലെ അരയണമെന്നൊന്നുമില്ല. ഒന്ന് നമ്മൾ ഈ അവിയലേക്കൊക്കെ അരയണ പോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്ത് വെക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ഈ കുഞ്ഞി ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത് നന്നായി ഉടഞ്ഞ് വന്നിട്ട് 4 വിസിൽ വന്നപ്പോഴേക്കന്നെ കണ്ടോ. നമുക്കിനി അത് ഫുള്ളായിട്ട് എടുക്കണില്ല, ഞങ്ങൾ ആളില്ലാത്തതുകൊണ്ട്. അപ്പോൾ ചെറിയ ചട്ടിയിൽ വെക്കണതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ അടുപ്പൊന്നും കത്തിക്കാൻ പോകാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ. ഗ്യാസിൽ ചെയ്യുമ്പോൾ ചട്ടിയിൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ച് പകുതി എടുക്കണേ ഉള്ളൂ. പകുതി നമുക്ക് നാളെ തേങ്ങ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ചീത്തയായി പോവും. അപ്പോൾ അതുകൊണ്ട് പകുതി എടുത്തിട്ട് ചട്ടിയിലേക്ക് ഇട്ടിട്ട് ബാക്കി തണുത്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കാനാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എടുത്തിട്ടുണ്ട്. അപ്പോൾ മൺചട്ടിയിൽ എന്തിട്ട് കറി വെച്ചാലും എന്ത് വെച്ചാലും അടുപ്പിലൊക്കെ വെച്ചുണ്ടാക്കണേ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ സുഖമില്ലാതിരിക്കണോണ്ട് ഒക്കെ ഗ്യാസിൽ തന്നെയാണ്, അടുപ്പൊന്നും കത്തിക്കാൻ പോവാറില്ല. അതൊക്കെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മത്തി വെച്ച് കൊടുക്കാം. അതൊന്ന് വറ്റിച്ചെടുക്കണം. നല്ല വലിയ മത്തി കേട്ടോ, നാടൻ മത്തിയാണ്. അപ്പോൾ അതൊന്ന് വേവിച്ച് നല്ല വെന്തെടുക്കണം നമുക്ക്. അപ്പോൾ വെറ്റി കിട്ടണം കറി. അതാ നല്ല തിള വരുന്നുണ്ട് മീനൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നിങ്ങളൊക്കെ ചക്കയിലൊക്കെ എങ്ങനെയാണ് എരിശ്ശേരി വെക്കൽ എന്നൊക്കെ ഉള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്കിതാ ഈ ചക്ക ഒന്ന് ചൂടാക്കാൻ ഗ്യാസിൽ കത്തിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വെച്ചിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. തേങ്ങ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. അധികം ചിലവർക്ക് കുറച്ച് ലൂസായിട്ട് ഇഷ്ടമാണ്. ഞങ്ങൾ അധികം ലൂസാക്കി എടുക്കണില്ല കേട്ടോ. നല്ല ഒരു കുഴമ്പ് പരുവത്തിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അധികം വെള്ളമൊന്നും മിക്സ് ആക്കണില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി ഒന്ന് തേങ്ങ കൂട്ടിയതിന് ശേഷം ഒന്ന്
നല്ല തിളക്കാൻ പാടില്ല, ഒന്ന് ചൂടാക്കി എടുക്കട്ടോ. തേങ്ങ കൂട്ടിയതിന് ശേഷം പിന്നെ വല്ലാതെ തിളച്ച് പോയാൽ ഒരു രസമില്ല. ഇനി നമുക്ക് അതൊന്ന് വറവിടാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഒരു പാത്രം വെച്ചിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വറവിടണം. അപ്പോഴേക്കും ഇവിടെ മത്തിക്കറി ടേസ്റ്റായി വന്നിട്ടുണ്ട്, വറ്റി വരുന്നുണ്ട്. കണ്ടോ? വല്ലാതെ അങ്ങോട്ട് വറ്റിയും വേണ്ട കേട്ടോ. ഒത്തിരി ചാറ് കറി ആക്കിയിട്ട് നമുക്ക് ആ ചക്ക കൂട്ടാനിൽ ഒഴിച്ച് കഴിക്കാൻ പാകത്തിലാക്കിയിട്ട് എടുക്കണം. അവിടെ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ടിട്ട് നമുക്ക് ഉണക്കമുളകൊക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വറവിടാം. ഇതാ കറിയുമായി, ചക്കരിശ്ശേരിയായി, എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചക്ക ഉള്ള കാലത്താണ് ഇതൊക്കെ പറ്റുള്ളൂ, ഇതെല്ലാ സീസണിലും പറ്റൂലല്ലോ. അപ്പോൾ നമ്മൾ ഇനി ചോറ് എടുക്കട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യണം കേട്ടോ. ഞങ്ങളെ ഈ കുഞ്ഞു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.